ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് അരുൺ. ഐ എം ജോയിൻഡ് ബൈ മനു ആൻഡ് നാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ വെച്ചസ് ഇംഗ്ലണ്ട് സെക്കൻഡ് ODI. സോ ഇംഗ്ലണ്ട് അത് ഭംഗിയായി ജയിച്ചു. അതിനെക്കുറിച്ച് കളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ ശിഖർ ധവനും രോഹിത് ശർമ്മയും കഴിഞ്ഞ കളിയെ പോലെ ഭയങ്കര സ്ലോ സ്റ്റാർട്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ശിഖർ ധവന് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ശിഖർ ധവൻ പെട്ടെന്ന് ഔട്ടായി. ടോപ്പിൽ ഉഗ്രൻ ബോളിംഗ് ആയിരുന്നു ആ സമയത്ത്, നല്ല ടൈറ്റ് ബോളിംഗ് ആയിരുന്നു, ബോൾ കുറച്ച് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ രോഹിത് ശർമ്മയും കോഹ്ലിയും ജോയിൻ ചെയ്ത രോഹിത് ശർമ്മ വീണ്ടും ഫോം ആവുമ്പോൾ രോഹിത് ശർമ്മ ഔട്ട് ആവുന്നു. പിന്നെ വീണ്ടും KL രാഹുൽ വന്ന് ആ ഇന്നിങ്സിന് റീബിൽഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യ ഈവൻ ദോ റീബിൽഡ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ പോലും ഇന്ത്യ ക്ലോസ് ടു 30 ഓവേഴ്സിൽ എനിക്കൊന്ന് 140 130 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ ഇന്ത്യക്ക് ഒരുപാട് നല്ലോണം അടിക്കേണ്ടി വന്നു അറ്റ് ദി എൻഡ്, which was done by ഋഷഭ് പന്ത് ആൻഡ് ഹർദിക് പാണ്ഡ്യ. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രശ്നം നോക്കുവാണെങ്കിൽ വീണ്ടും വിരാട് കോഹ്ലിയുടെ ജിൻസ് ആണോന്ന് അറിയില്ല, വിരാട് കോഹ്ലി വീണ്ടും സെഞ്ചുറി അടിക്കാതെ ഔട്ടായി. പക്ഷെ ആ ഇംപെറ്റസ് ലാസ്റ്റ് പ്ലേയേഴ്സ് തന്നതുകൊണ്ട് ഇന്ത്യ വാസ് ഏബിൾ ടു അച്ചീവ് 330 ഓഡ്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ തുടക്കം വീണ്ടും കഴിഞ്ഞ കളിയെ പോലെ തന്നെ ഈ പ്രാവശ്യം അവർ അതിനെക്കാട്ടിലും നല്ല, എനിക്കൊന്ന് ഈ പ്രാവശ്യം അവർ കുറച്ച് സെഡേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ എക്സ്പ്ലോഡ് ചെയ്തു. ഒരു വിക്കറ്റും പോയില്ല. അത് കഴിഞ്ഞ് സ്റ്റോക്സ് ആയിരുന്നു, എല്ലാവരും സ്റ്റോക്സ് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ട് തോറ്റയെന്ന് പറഞ്ഞതിന് സ്റ്റോക്സും ചുട്ട മറുപടി കൊടുത്തു. അതായത് അവന്റെ സെക്കൻഡ് 50 വന്ന, അല്ലെങ്കിൽ 51 of 99 ജസ്റ്റ് ഗെയിം ഓഫ് 11 balls. എനിക്ക് യുവരാജിനെ ഓർമ്മ വന്നത്, കാരണം യുവരാജിന്റെ 2020 50 of 12 ആണല്ലോ. പക്ഷെ അപ്പത്തേക്കും കളി വെല്ലൻ ട്രൂലി ഓവർ ആയിരുന്നു. അപ്പോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലണ്ട് കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് ഇന്ത്യ. ഇതല്ലാതെ എനിക്ക് അതിനകത്ത് യാതൊന്നും പറയാനില്ല. മനു, നിനക്ക് എന്താ പറയാനുള്ളത്? ഇന്നലെ എനിക്ക് മാച്ച് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഭയങ്കര പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്തു എന്നാണ്. അത് ആദ്യം മുതലേ അവര് നല്ല ആധിപത്യം ഉണ്ടായിരുന്നു. അരുൺ പറഞ്ഞ പോലെ റോയും ബെയർസ്റ്റോയും അവര് നല്ലൊരു അടിത്തറ ഇട്ടു. അതിനുശേഷം വന്ന സ്റ്റോക്സ് ഒരു രക്ഷയില്ലാതെ 6ന്റെ മേളമായിരുന്നു. ഇന്ത്യയുടെ ബോളിംഗ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി, അത് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓക്കെ, ഇന്ത്യ അരുൺ പറഞ്ഞ പോലെ 30 ഓവറിൽ 140 ആയിരുന്നു. എന്നിട്ട് അവർക്ക് അവസാനം ഒരു 190ഓളം അടിക്കും. 20 ഓവറിൽ 190 മനോഹരമായി ചെയ്തു. പക്ഷെ ഇംഗ്ലണ്ട് ചെയ്തെന്താന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ അങ്ങനെ കളിച്ചു തുടങ്ങി. ഒരിടയ്ക്കൊന്നും കിട്ടാതെയായി, കാരണം ഒരിടയ്ക്കൊക്കെ കൈവിട്ട പോലെ ആയിപ്പോയി. പിന്നെ ചെറിയ പ്രതീക്ഷ വന്നാറ് ആ 4 വിക്കറ്റുകൾ അടുപ്പിച്ചു പോയപ്പോൾ. പക്ഷേ ഇല്ല, ഇംഗ്ലണ്ട് നല്ലപോലെ കളിച്ചു. ഇത് എവിടെയും ഇന്ത്യക്ക് ഒരു മുൻതൂക്കമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, റൺ റേറ്റിലായാലും എവിടെ ആയാലും. ശരിക്കും അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ബോളേഴ്സ് ഇങ്ങനത്തെ ഒരു പണ്ടൊക്കെ ഓർമ്മയുണ്ടോ, ഇങ്ങനെയൊക്കെ പ്രതിസന്ധി വന്നാൽ എന്തായാലും ഇന്ത്യ പിടിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകും. ഈ ഗാംഗുലി ധോണിയുടെ ഒക്കെ ടൈമിൽ അവരെങ്ങനെയെങ്കിലും പിടിക്കും എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ഇപ്പം ഒരു വല്ലാത്തൊരു, അതാണ് ഇപ്പൊ ഇന്ത്യയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എത്ര സ്കോർ അടിച്ചാലും എനിക്കിപ്പോ ഇന്ത്യ ഡിഫെൻഡ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം ബോളിംഗ് ലൈനപ്പ് അത്രയും എനിക്ക് തോന്നുന്നു കണ്ടെയ്ൻ ചെയ്യാൻ അറിയില്ല. അതായത് ലീക്ക് ചെയ്തിട്ട് വിക്കറ്റ് എടുക്കാം, നല്ല കാര്യമാണ് വിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. കാരണം ആ ഒരുപാട് അടിക്കും അപ്പുറത്തെ. അപ്പൊ ഞാന് എന്റെ ഇതിനകത്ത് ഇന്നലത്തെ മാച്ചിലേക്ക് വരുമ്പം ഇംഗ്ലണ്ടിന്റെ തീരുമാനങ്ങൾ, അതായത് ഇംഗ്ലണ്ട് നടത്തിയ ചേഞ്ചുകൾ അവർക്ക് ഉപകാരപ്പെട്ടു. ലൈക് ചേഞ്ചസ് അവർ കൊണ്ടുവന്ന് 3 പേരും പെർഫോം ചെയ്തു. അവരുടെ ആ ചേഞ്ചസ് വാസ് ഗുഡ് ഫോർ ദം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ്ഫുൾ ചേഞ്ച് ആണ് സയ്യറിനെ മാറ്റി വന്നത്, പന്തിനെ കൊണ്ടുവന്നെങ്കിലും അത് സക്സസ്ഫുൾ ആയിരുന്നു. പന്ത് പെർഫോം ചെയ്തു. And he has cemented his position in all the 3 formats of the game. അതാണ് ഇന്നത്തെ പെർഫോമൻസ് കൊണ്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഇംഗ്ലണ്ട്, നമ്മൾ ഇപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഞാനൊരിക്കലും ധവാനെ ഇപ്പൊ കഴിഞ്ഞ കളി ധവാൻ പെർഫോം ചെയ്തു, എല്ലാ കളിയും ധവാൻ പെർഫോം ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. അപ്പം ഓക്കെ, പക്ഷേ ഇതേപോലെ ഇന്ത്യയുടെ ടു ദ എൻഡ് ഇന്ത്യ എവിടെ സ്കോർ ചെയ്യണമായിരുന്നോ, എനിക്കൊന്ന് ലാസ്റ്റ് 3 ഓവേഴ്സ് ഇന്ത്യ സ്കോർ ചെയ്തിട്ടില്ല, വലുതായിട്ട് സ്കോർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കൃണാൽ പാണ്ഡ്യ ജസ്റ്റ് റൺ എ ബോൾ പോലെ ആയിരുന്നു സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഇത്തിരി കൂടെ കാര്യം, അത് എനിക്ക് തോന്നുന്നു
ബാറ്റ്സ്മാനൊക്കെ കൂടുതൽ അവിടെ ബോളറെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക, ബോളേഴ്സിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാര്യം ടോപ്ലി ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് ഓരോ ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം പേസ് കൂട്ടുന്നു, പേസ് കുറയ്ക്കുന്നു, സ്വിങ് ചെയ്യുന്നു. ബാറ്റ്സ്മാൻ പോകുന്ന ഡൗട്ട് എങ്ങനെ ആ ഷോട്ട് പോകണം. അല്ലെങ്കിൽ ഞാൻ ആ പാണ്ഡ്യ ഷോട്ട് കളിക്കുന്ന കണ്ടു, പാണ്ഡ്യ അടിക്കാൻ വേണ്ടി കളിക്കുമ്പോഴത്തേക്കും ബോൾ അവൻ സ്ലോ എറിയുന്നു. അപ്പം അവിടെ വാസ് എ വെരി ഗുഡ് കംബാക്ക് ഫ്രം ഇംഗ്ലണ്ട് ആഫ്റ്റർ പന്തിന്റെ വിക്കറ്റ് പോയതിനു ശേഷം. ശരിക്കും പറഞ്ഞാൽ വെരി ഗുഡ് കംബാക്ക് ആയിരുന്നു. പന്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഒരു 30-40 റൺസ് എക്സ്ട്രാ ഇന്ത്യ എടുത്താനെ. അപ്പം അത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഭാഗത്ത് നോക്കുമ്പോൾ. പിന്നെ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സ്റ്റാർട്ട് സ്ലോ ആയിരുന്നു. അപ്പം വേറെ നമുക്കറിയാം എവിടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു 400 അടിച്ചാൽ പോലും അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അപ്പം ആ ഒരു സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ ഗെയിം പോലും ഇന്ത്യ ജയിച്ചത് ലക്കാണെന്ന് ഞാൻ പറയുന്നത്. കാര്യം അവിടെ അവർ ആ ഒരു ട്രംപ് കാർഡ് പോലെ ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ ഫോൾ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ആ കളിയിൽ. കാര്യം അവരുടെ കയ്യിൽ ഇരുന്ന കളിയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ഷർദുൽ താക്കൂർ, അവർക്കൊക്കെ റണ്ണ് വിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ വെറും ഒരു ചെണ്ടേനെ അടിക്കുന്ന പോലെ അവരെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ വിക്കറ്റ് കിട്ടുന്ന അതാണ് അവിടെ ആ സ്പിന്നറിന്റെ ഒരു എഫക്ട് വരുന്നത്. വേറെ ഇന്ത്യൻ സ്പിന്നേഴ്സ് പോലും പെർഫോം ചെയ്യുന്നില്ല. കുൽദീപ് യാദവ് എന്താ കളിച്ച ഇന്നലെ, അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യ, എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ ഓൾമോസ്റ്റ് 140 റൺസ് ആണ്. അതും 15 ഓവേഴ്സോ 14 ഓവേഴ്സ് 15 ഓവേഴ്സിന്റെ ഉള്ളിലാണ് അത്രയും കൊണ്ട് 10 റൺസ് ആൻഡ് ഓവർ റേറ്റിലാണ് പോയേക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട എനിക്ക് തോന്നുന്നു കുൽദീപിനെയൊക്കെ ഒന്ന് തിരിച്ച്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് മുന്നേ പറയുന്ന ഒരു കാര്യമാണ്, വെൻ യുവർ ക്യാപ്റ്റൻ ഡസന്റ് ഹാവ് കോൺഫിഡൻസ് ഓൺ യു, നമ്മുടെ പെർഫോമൻസ് നമുക്ക് പ്രഷറിലാണ്. എനിക്ക് തോന്നുന്നു കുൽദീപിന് ഒരിക്കലും കോഹ്ലി പെർഫോം ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല കുൽദീപ്. അപ്പം ആ ഒരു ഇതിനകത്ത് കുൽദീപിന്റെ മേൽ ഓൾറെഡി പ്രഷർ ഉണ്ട്. എന്നിട്ട് കുൽദീപിനെ പെർഫോം ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ചാൻസസ് കിട്ടാണ്ടാണ് കുറെ നാൾ ബെഞ്ചിലിരുന്നു, അല്ലെങ്കിൽ വേറെ കളികൾ. അപ്പം കുൽദീപിനെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ വിട്ട് പൃഥ്വിരാജ് ചെയ്യുന്ന പോലെ. പിന്നെ അവരാ കുൽച്ച ഫോർമാറ്റിലാണ് അവര് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അതേപോലെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നലത്തെ കളിയിൽ ഇപ്പം അശ്വിനെ പോലെ ഒരു ബോളർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്നേനെ. അതായത് ഇന്ത്യക്ക് ഞാൻ കളി ഇതിന്ന് വ്യതിചലിക്കുമല്ല, എന്നാലും ഞാൻ പറയണം, അതായത് അശ്വിനെ പോലെ ഒരു ബോളർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തിങ്കിങ്, അതായത് ടോപ്പിൽ എന്ത് ഇവർക്ക് വേണ്ടി ചെയ്തോ അത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ പാകത്തിന് കേപ്പബിൾ ആയ ഒരു ബോളറാണ് അശ്വിൻ. പിന്നെ വരുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാര് മൊയിൻ അലിനെ കളിച്ച രീതി, അതായത് ഇന്ത്യൻ സ്പിന്നേഴ്സ് ഇത്ര റൺസിന് പോയപ്പം മൊയിൻ അലി പോയത് ജസ്റ്റ് 4 റൺ ഓവർ റേറ്റിലാണ്. അപ്പം അവിടെ തന്നെ വലിയൊരു, എനിക്ക് തോന്നുന്നു ആരോ പറഞ്ഞു വരും, സേവാഗ് കണ്ടു പറഞ്ഞു, അവിടെയാണ് ഇന്ത്യക്ക് ഒരു താഴ്ന്നത്. അപ്പൊ എന്റെ ഒരു ഇതിനകത്ത് ഇന്ത്യക്ക് തോക്കാൻ അല്ലെങ്കിൽ റൺസ് സ്കോർ ചെയ്യാൻ ഒരു 350+ എങ്കിലും ഇന്ത്യ സ്കോർ ചെയ്യാണ്ട് ഇംഗ്ലണ്ടിനെതിരെ നമുക്ക് ജയിക്കാനുള്ള ചാൻസ് ലക്ക് അല്ലെങ്കിൽ അവരാ ചീട്ടുകൊട്ടാരം പോലെ തകരും, അല്ലെങ്കിൽ ഒരു ചാൻസ് ഇല്ല. അപ്പം ഇന്ത്യക്ക് തോക്കാൻ വന്ന 2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊയിൻ അലിനെ എങ്ങനെ കളിച്ചുവോ, രണ്ടാമത് ആ ലാസ്റ്റ് 3 ഓവേഴ്സിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റാത്തത്, അത് വലിയൊരു ഡിഫറൻസ് വരുത്തി. പിന്നെ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാര് ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം അവര് പെർഫോം ചെയ്യാം. അവര് ഇംഗ്ലണ്ട് കൺസിസ്റ്റന്റ് ആണ്, ഒരുപാട് നാളായിട്ട് കൺസിസ്റ്റന്റ് ആണ്. അവര് 100% എനിക്ക് തോന്നുന്നു അവര് ആ റെക്കോർഡിലേക്ക് എത്തും. റോയ് ബെയർസ്റ്റോ ഭയങ്കര അവരെ മാറ്റം പറ്റിയ ലിവിങ്സ്റ്റന്റെ കളി നമ്മൾ ബിഗ് ബാഷിലേക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ വിചാരിച്ചു, ഇപ്പം മനു ഇന്നലെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, നമ്മള് വാട്സ്ആപ്പ് ഡിസ്കഷനകത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക സ്റ്റോക്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മള് ബട്ട്ലർ നിന്നാ പണി കിട്ടും, ബട്ട്ലർ പോയാൽ. പക്ഷെ അവിടെ വന്ന് ലിവിങ്സ്റ്റൺ കളിച്ചു, അതാണ് അവർക്ക് ഡെപ്ത് ഉണ്ട്. അപ്പം എന്റെ അഭിപ്രായങ്ങൾ അതൊക്കെയാണ്. ഇന്ത്യ ആ മാറ്റങ്ങളൊക്കെ വരുത്തുവാണെങ്കിൽ പിന്നെ ക്യാപ്റ്റൻസി പറയാനില്ല. നാളെ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് അവരുടെ ഡെപ്ത്. അത് ഭയങ്കര, കാരണം ഞാൻ ഓർത്തില്ല, ഷെനാവ് ശരിയാണ്, ബട്ട്ലർ ഓർത്തപ്പോ ഞാൻ ഓർത്തു ഈവൻ 42 റൺസ് 70 ബോൾസിനാണെങ്കിൽ പോലും ഇന്ത്യ പിടിക്കും, കാരണം വാലറ്റമാണെന്ന് ഓർത്തു. പക്ഷെ നല്ല രീതി ആ 2 6 ഭൂവിക്കെതിരെയുള്ള 2 6 കണ്ടപ്പോ തന്നെ നല്ല രീതി. അവിടെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. ഇന്ത്യക്ക് ഈ കളിയിലകത്ത് വേറെ വന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭുവനേശ്വർ കുമാറിന്റെ എക്കണോമി. ഭുവനേശ്വർ കുമാർ സാധാരണ 3.37 നമ്മൾ കഴിഞ്ഞ കളികളിലൊക്കെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഭുവനേശ്വർ കുമാറിന്റെ ബോളിംഗിൽ അത് നമുക്ക് ഒരിക്കലും കുറ്റം വിടാൻ പറ്റില്ല. എല്ലാ കളിയിലും ഒരേപോലെ പെർഫോം ചെയ്യണം, ഡേയ്സ് ഓഫ് ഡേയ്സ് ഓൺ ഉണ്ടാവും. അപ്പം
ആ ഒരു ഇതായിരിക്കും. അപ്പം ആ ഭുവനേശ്വർ കുമാർ അക്രോൺ 6.2 അങ്ങാണ്ടാണ് എക്കണോമി പോയത്. അപ്പൊ അത് തന്നെ ഒരു വ്യത്യാസം, 30 റൺസ് അവിടെ തന്നെ പോയി. അതാണ് നാഗ് അവിടെ പറയാനുള്ളത്. അതായത് ഇപ്പൊ അതെ, വൺ ഓഫ് ഗെയിംസിൽ പോവാന്ന് പറഞ്ഞാൽ അതൊരു കോമൺ തിങ് ആണ് ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. കാരണം ഇറ്റ്സ് ബാറ്റ്സ്മെൻസ് ഗെയിം അല്ലേ. വൺ ഡേയും 2020 എന്ന് പറഞ്ഞ ബോളേഴ്സിന് അത്ര ഫേവർ ഇല്ല. പക്ഷെ അവിടെയാണ് മറ്റേ ഷർദുൽ താക്കൂറിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഷർദുൽ താക്കൂറിന്റെ ഒരു കളിയും ഓർമ്മയില്ല വേർ ഹി ലൈക്ക് കൺസീഡ്സ് ജസ്റ്റ് 30 റൺസ് ഓഫ് 10 ഓവേഴ്സ് അല്ലെങ്കിൽ 35 റൺസ് ഓഫ് 10 ഓവേഴ്സ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ ഷർദുൽ ഠാക്കൂറിനൊക്കെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വിക്കറ്റ് കോളാണ് ഹെൽപ്പ് ചെയ്യണത്. അതായത് 10 over 70 for 3. സോ യെസ്, അപ്പൊ വിരാട് കോഹ്ലി പറയും യെസ് വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ ഇസ് എ മസ്റ്റ്. കാരണം യെസ്, ഈ ഇംഗ്ലണ്ട് ആയിട്ടുള്ള ടീം ആയിട്ട് കളിക്കുമ്പോൾ ദർ ഇസ് നോ വേ യു ക്യാൻ റെസ്ട്രിക്ട് ദ റൺസ്. Like India full quota of 50 overs എറിഞ്ഞിട്ട് England not making 350 with this batting seems impossible. So the only way to win against them is to play like the previous game wherein they were bundled out for 250. But still, when you see they were bundled out for 250 in almost like 40-42 overs, which means that they were still going at a decent click. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും പറയേണ്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് വിൽ ഹാവ് ടു, അല്ല ഐ മീൻ ഇന്ത്യ വിൽ ഹാവ് ടു റീതിങ്ക് ഹൗ ദേ ആർ ആക്ച്വലി അപ്രോച്ചിങ് വൺ ഡേ നൗ. ബിക്കോസ് ഇപ്പൊ ഞാൻ ശരിക്കും നോക്കുവാണെങ്കിൽ എനിക്കറിയില്ല ഇന്ത്യയുടെ പൊസിഷൻ എത്രയാന്നുള്ളത് ICCയിൽ. പക്ഷേ if you're looking into their recent series, yes, India has a problem. India has two problems. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് എപ്പോഴും സ്ലോ സ്റ്റാർട്ടാണ്. ഇന്ത്യ ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് ക്യാച്ചപ്പ്. ആദ്യം തന്നെ 10 ഓവർ എനിക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നു പറഞ്ഞാൽ, ഗോ ഈസി ഓൺ ദ ഫസ്റ്റ് 15 and then keep wickets in hand and then bludgeon. പക്ഷേ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസിയിൽ അങ്ങനെ ബ്ലഡ്ജൻ ചെയ്താൽ പോലും ഒരു ടീമിന് എത്താൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു 350 റെസ്ട്രിക്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ വൺ ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലണ്ട് കളിക്കുന്നതാണെങ്കിൽ അവന്റെ ഹയസ്റ്റിന് 486 481 ആണ്. അതാണെന്ന് തോന്നുന്നു അവരടിച്ച ഹയസ്റ്റ്. They go out in the field every time thinking that they can get 400. ആ ടീമിന് വ്യത്യാസമുണ്ട്. See, why have India gone with Hardik Pandya and Krunal Pandya? It is because കോഹ്ലിക്ക് ആ കൺസോളിഡേഷൻ വേണ്ട എന്നുള്ളതാണ് മിഡിൽ ഓവറിൽ. അതായത് ദേ ക്യാൻ ഗോ ഹാർഡ് സോ ദാറ്റ് നമുക്ക് പിന്നെ വാലറ്റ് ഉണ്ട് അടിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ കോഹ്ലിയുടെ ആ ബാറ്റിംഗ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം ദാറ്റ് he still doesn't believe it. He still doesn't think that if he gets out there can be a collapse, just like what happened with England in the last match. So he might be thinking that hey, getting 330 is much better than getting all out, trying to get to a score of 400 അല്ലേ. അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാം. അതാണ് ആ ബാറ്റിംഗ് ഫസ്റ്റിന്റെ കുറച്ച് ഇഷ്യൂസ്. പക്ഷെ അപ്പൊ ഇന്ത്യ ചിന്തിക്കണം, ഇന്ത്യ doesn't have the bowlers to restrict this England squad. ഒരു കളിയിൽ നടന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ കളിയിലും നടക്കണമെന്നില്ല. കാരണം നമുക്കറിയാം, ഞാനിത് ആദ്യം തൊട്ടേ പറയാണ്, ഷർദുൽ താക്കൂർ ഇസ് നോട്ട് എൻഡ് ബോളർ. ഭാഗ്യത്തിന് ഷർദുൽ താക്കൂറിന് അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷർദുൽ താക്കൂർ അത് ചെയ്യുമ്പോൾ അത് അതിൽ കൂടുതൽ റൺസ് പോകും. പിന്നെ കുണാൽ പാണ്ഡ്യ, I like that player. He's like a bits and pieces. Like നമ്മൾ പണ്ട് കംപ്ലൈന്റ് പോലെ പറയുമ്പോൾ, പക്ഷെ just imagine playing against countries like England and Australia where batsmen are so good. Does Kunal Pandya, അല്ലെങ്കിൽ can India get at least 5 overs from Kunal Pandya at decent runs per over? അവിടെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം I think it's not possible because Krunal Pandya is just a finger spinner. വലിയ എഫക്റ്റീവ്നെസ്സോ വലിയ വേരിയേഷൻ ഒന്നുമില്ല. ബോള് പിച്ച് സ്ലോവർ ആണെങ്കിൽ Krunal Pandya gets effective because ലൂപ്പ് ചെയ്തിട്ട് എഫക്റ്റീവ് ആവും. പക്ഷെ on a pitch like this where there is nothing for the bowler, it's like lining up. സ്റ്റോക്സിനെ നോക്കുമായിരുന്നെങ്കിൽ സ്റ്റോക്സ് കുൽദീപിനെയും അവനെയും ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നേരെ ബോൾ എറിയുന്നു, നേരെ ബാറ്റ് സ്വിംഗ് കൂട്ടുന്നു ആൻഡ് ജസ്റ്റ് സ്വിങ്ങിങ് ആയിരുന്നു. അതായത് അവനറിയാം സ്വിങ്ങിങ് തെറ്റിയാൽ പോലും അത് 6 ആണെന്ന്. കാരണം ഇപ്പോഴത്തെ ആൾക്കാരുടെ പവറും ഇത് തന്നെയാണ് ഇവർ ട്രെയിൻ ചെയ്യുന്നത്. അതായത് വിക്കറ്റിലിട്ട് ബോൾ എറിഞ്ഞ് അടിക്കുക. അതായത് ഇവന്മാർക്കൊക്കെ കൺസിസ്റ്റന്റ്ലി 15-20 ബോൾസ് ക്ലിയർ ചെയ്യാൻ പറ്റും. 15-20 സിക്സസ് ഒരാൾ ഒരു മാച്ചിൽ അടിക്കില്ല, പക്ഷെ അത് പറ്റും. അതാണ് ഇന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റോക്സ് ആണ്. സ്റ്റോക്സ് ആൻഡ് ബെയർസ്റ്റോ were batting as if they were practicing how to play sixes. ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം നേരത്തെ അരുൺ പറഞ്ഞു, അതായത് ഇന്ത്യ കളിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിക്കറ്റ്സ് ഓൺ ഹാൻഡ് വെച്ചിട്ട് എത്രയും സ്ലോ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് കളിക്കാണ്. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം എന്താ പറയുക, ഇംഗ്ലണ്ട് കളിക്കുന്നത് ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്ത് കളിച്ച് വിക്കറ്റ്സ് ഇൻ ഹാൻഡ് 30 ഓവേഴ്സ് വരെ ഉണ്ടാവും അവർക്ക്. ഇന്ത്യ അവിടെ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അതായത് പിന്നെ വന്ന ബാറ്റ്സ്മാൻമാർ ചെറുതായിട്ട് സ്കോർ ചെയ്താൽ പോലും അവർക്ക് ആ ബാറ്റ്സ്മാൻമാർ ചെറിയ സ്കോർ നല്ല സ്കോർ ചെയ്യുന്ന ആൾക്കാരാണ്. സം ടൈംസ് അല്ലെങ്കിൽ ചിലപ്പോ ഇടയ്ക്ക് കഴിഞ്ഞ കളി പോലെ വല്ലപ്പോഴും ഒരു പൊളിഞ്ഞു പോകും.
പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ല. സോ അതാണ് ക്ലിയർലി പറയാനുള്ളത്. സോ മോർഗൻ ഫസ്റ്റ് ഗെയിം തോറ്റപ്പോ മോർഗൻ പറഞ്ഞു യെസ് വി ആർ ഡിസപ്പോയിന്റഡ്, വി ലോസ്റ്റ് ദ ഫസ്റ്റ് മാച്ച്, പക്ഷേ this is the template that we are going to follow. Yes, we know that the odd game we are going to lose, alle. So ingate policy il endha sambhavikkunnu enna England is making sure that they win 8 out of 10 match. 2 matches we don't care, but if you are winning 8 out of 10 we'll take it. adana England inde approach. സോ അപ്പൊ നമുക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മനു അത് 2-0 എന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ പറഞ്ഞൊരു ഫൈനൽ വരാനാണ് ചാൻസ്, 2-1 അങ്ങനെ നമ്മൾ ഫൈനൽ വരാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നൗ ഹിയർ വി ഹാവ് എ ഫൈനൽ. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യ ഷർദുൽ താക്കൂറിനെ മാറ്റും ആൻഡ് ഇന്ത്യ വിൽ ബ്രിങ് നടരാജൻ. ദാറ്റ്സ് വാട്ട് മൈ ഞാൻ എന്റെ ഒരു എക്സ്പെക്ടനായി പ്രതീക്ഷ അത് കൊണ്ടുവരണം, നടരാജനെ കൊണ്ടുവരണം. പ്രസിദ്ധ് കൃഷ്ണ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണസ് ബോൾ ടു ബട്ട്ലർ, ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ, നല്ലൊരു ബോളറാണ്. അപ്പം നമ്മളത് അപ്പം അവിടെ നടരാജനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇനി സ്പിന്നർ ഇപ്പൊ കുൽദീപിന് ചാൻസ്, അത് ഞാൻ ഒരിക്കലും കുൽദീപിനെ അങ്ങനെ ബ്ലെയിം ചെയ്യണം, കാരണം ഹി ഹാസൻ പ്ലേഡ് എ ലോങ് ടൈം. അവിടെ തന്നെ ഞാൻ പറയുന്നത് നമ്മൾ പല കളിക്കാർക്കുള്ള ഒരു എഫക്റ്റ്, നമുക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാം. പുള്ളി ചിലപ്പം പെർഫോം ചെയ്യുമായിരിക്കാം. എനിവേ നമുക്ക് ഹോപ്പ് ചെയ്യാം ഇന്ത്യ വിൻസ് ദ കപ്പ് ആൻഡ് ഈ ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യ എല്ലാ കളിയും ലൈക്ക് എല്ലാ സീരീസും ഇന്ത്യ തന്നെ കൈക്കലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം സ്റ്റേ ട്യൂൺഡ്.